ഹലോ ഗൈസ്, രാവിലെ ഉറക്കം എഴുന്നേറ്റ് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എങ്ങോട്ടെങ്കിലും പോയാലാ. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നമുക്ക് എവിടെയെങ്കിലും പോയാലാ? അപ്പോൾ അവൾ പറഞ്ഞു, ആ ശരി പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗൈസ് പോവുകയാണ് വാഗമണിലേക്ക്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇവിടെ നിന്ന് കോട്ടയം വരെ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്ന് KSRTC ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വാഗമണിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. പിന്നെ ഈ യാത്ര ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത യാത്രയൊന്നുമല്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അന്ന് രാവിലെ തോന്നിയപ്പോഴത്തേക്കും നമ്മൾ തീരുമാനിച്ചൊരു യാത്രയാണ്. അങ്ങനെ എവിടെ പോകാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും വിചാരിച്ച് വാഗമൺ വരെ പോയിട്ട് വരാം. അങ്ങനെ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് പെട്ടെന്ന് പോയൊരു യാത്രയായിരുന്നു ഈ വാഗമൺ യാത്ര. പിന്നെ നമ്മുടെ വർക്കിൻ്റെ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ കുറേ നാളായി. അപ്പോൾ അങ്ങനെ ഈ യാത്രയിലാണ് ബസ്സിലിരുന്ന് നമ്മൾ കഥയെല്ലാം പറഞ്ഞ് നമുക്ക് പറയാൻ കിട്ടിയൊരു അവസരവും കൂടിയാണിത്. കാര്യം നമ്മൾ കുറേ നാളെ വർക്കിൻ്റെ ഇതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാതിരുന്ന് അങ്ങനെ കുറേ ഓപ്പണായിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു അവസരവും ഈ യാത്രയിലൂടെ കിട്ടി. വർക്കിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ വൺ ഡേ ട്രിപ്പൊക്കെ പോകണം. എന്നിട്ട് നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിക്കണം. ഇങ്ങനെയുള്ള യാത്രകളുടെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും വേറൊരു ഫീലായിരിക്കും. അടി ഉണ്ടാക്കരുത്. അടി കൂടാതെ നിങ്ങൾ പ്രകൃതി രമണീയമായ ഈ പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമാണ്. അതൊക്കെ വേറൊരു ഫീലാണ്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാനും ഈ യാത്രയൊക്കെ സഹായിക്കും. വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വാഗമണെത്തി. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ റൂം അന്വേഷിച്ച് നടന്ന് എന്നിട്ട് നമുക്കൊരു റൂം കിട്ടി. റൂം സെറ്റായി നമ്മൾ റൂമിൽ കയറി. എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ നല്ല വ്യൂ ഉള്ള റൂം തരണേന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ തന്ന വ്യൂ ഉള്ള റൂമാണ് ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. അടുത്ത ദിവസം നമ്മളിതാ ഈ ചേട്ടൻ്റെ ഓട്ടോ പിടിച്ച് ഓട്ടോയിൽ നമ്മൾ സ്ഥലങ്ങൾ കാണാമെന്നുള്ള പ്ലാനിൽ കയറിപ്പോയി. ഇപ്പോൾ ഈ ഓട്ടോയ്ക്ക് ചാർജ് വരുന്ന 1500 രൂപയാണ്. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലും വലിയൊരു എക്സ്പെൻസായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. കാര്യം ഒരു 5-6 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അങ്ങനെ ഉണ്ട് സ്ഥലം അഡ്വഞ്ചർ പാർക്കാണ്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ട് ഇവിടെ കുറേ സംഭവമുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ഈ സൈക്കിൾ സംഭവങ്ങൾ, അങ്ങനെ കുറേ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു സൈഡിലോട്ട് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കളിക്കാനുള്ള സംഭവം സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരാൾക്ക് 250 രൂപ. പിന്നെ വിചാരിച്ച് നമുക്ക് ഇതൊക്കെ കാണാം, നമ്മൾ കണ്ട് രസിക്കാനല്ലേ വന്നത്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാമെന്നുള്ള മൈൻഡിൽ നമ്മളിവിടെ മൊത്തം കുന്നൊക്കെ കയറി ഇറങ്ങി ഇവിടെ മൊത്തവും കണ്ടു. പിന്നെ ഈ ഓട്ടോയിലൊക്കെ പോയാലുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 മണിക്കൂർ കൂടിപ്പോയാൽ 4 മണിക്കൂർ ഇവർ നിൽക്കൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ല നമ്മൾ കാറിലോ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ സമയം അവിടെ കുറേ നിന്ന് വായി നോക്കി തീർക്കാമല്ലോ. അങ്ങനെ ഇതാണ് അഡ്വഞ്ചർ പാർക്ക്. ഈ സൈഡിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് കൊണ്ടുപോയത് പൈൻ ഫോറസ്റ്റാണ്. ഈ പൈൻ ഫോറസ്റ്റ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറേ പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് നമുക്ക് കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ അറിയാമെന്നുള്ള ആൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ്, നല്ല കിടിലം റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. കാണാൻ ഭയങ്കര രസമായിരുന്നു ഇവിടെ നിന്ന്. പിന്നെ അടുത്ത് നമ്മൾ പോയത് തങ്കൽപ്പാറയാണ്. തങ്കൽപ്പാറ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് നമ്മളവിടെ കയറിയൊന്നുമില്ല. അവിടെ കണ്ടിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ അടുത്ത് പോയത് വാഗമൺ മെഡോസിലാണ്. ഈ വാഗമൺ മെഡോസ് അവിടെ എവിടെയായിട്ട് കുറേ കുന്നു പോലെ ഇരിക്കും. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കാണാൻ പറ്റും, നല്ല രസമാണ്. അങ്ങനെ ഇവിടെയും കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയി. അങ്ങനെ റൂമിൽ വൈകുന്നേരമായപ്പോൾ ഇതായിരുന്നു റൂമിൻ്റെ അവിടുത്തെ അവസ്ഥ. അപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു, നല്ല മഴയൊക്കെ പെയ്ത് ഭയങ്കര രസമായിരുന്നു. അവിടെ മഴ കൂടി പെയ്യുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് വൈകിട്ട് നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച്
ട്രിവാൻഡ്രത്തേക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറി. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതോടെ ഞങ്ങളുടെ 1 ഡേ ടൂർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.